ഉൾവട്ടത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങളോട് ഒരു ചോദ്യം. നന്നാകണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ? എത്രയെത്ര പുതുവത്സരങ്ങളിൽ, എത്രയെത്ര ക്രിസ്മസ് സീസണുകളിൽ, ഈസ്റ്റർ സീസണുകളിൽ നന്നാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടെന്താ നന്നാകാത്തത്? നന്നാകാത്തതിന് ഒറ്റ കാരണമുള്ളൂ. നമ്മൾ തീരുമാനിക്കും, പിറ്റേ ദിവസം തന്നെ തീരുമാനം മാറ്റും. നാളെ അതിരാവിലെ ഉണരണം, എല്ലാ ദിവസവും നടക്കാൻ പോകണം, തീരുമാനമാണ്. 2 ദിവസം നടക്കും, അടുത്ത ദിവസം തീരുമാനിക്കും, ഒരു ദിവസം ഉറങ്ങാം, അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരാം. ഇങ്ങനെ നാളെ നീളെ എന്ന മട്ടിൽ നീട്ടിക്കൊണ്ടുപോയ കുറേ തീരുമാനങ്ങൾ കെട്ടി മാറ്റപ്പെട്ട ഒരു ജീവിതം. ഇതാണ് ജീവിതത്തിൻ്റെ ബാക്കി പത്രമായിട്ട് മാറുക. അതുകൊണ്ട് എടുക്കാവുന്ന ഏറ്റവും സുന്ദരമായൊരു തീരുമാനമുണ്ട്. എന്തെങ്കിലും നല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ തീരുമാനിക്കുക, ഇന്ന് തന്നെ ചെയ്യുക. ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇന്നാണ് രക്ഷയുടെ ദിവസം. സോ ടുഡേ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ചൈനക്കാരുടെ ഒരു പാട്ടിൻ്റെ ഇംഗ്ലീഷ് മൊഴി അങ്ങനെയാണ്, ടുഡേ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസം ഇന്നാണ്. ഇന്ന് തുടങ്ങുക. ചൈനക്കാർ വീണ്ടും പറയും, ഒരു മരം നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡേ അത് 20 വർഷം മുമ്പുള്ള ഡേ ആയിരുന്നു. സെക്കൻഡ് ബെസ്റ്റ് ഡേ ഇന്നാണ്. ഇന്നെങ്കിലും ഒരു മരം നടുക, അപ്പോൾ അത് വളർന്ന് പന്തലിച്ചോളും. ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രേറ്റ് ആകാൻ എപ്പോഴും സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഗ്രേറ്റ് തുടക്കം ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ ഗ്രേറ്റ് ആയിക്കോളും. ആ ഒരു ചിന്തയിൽ നല്ല ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുക്കുക. ഒന്ന്, ഒരുപാടങ്ങ് വൈകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയും വരാം. 1847 ഡെയ്സ്റ്റോവ്സ്കി, നമ്മളെല്ലാം ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്ന വരികളൊക്കെ എഴുതിയിട്ടുള്ള മഹാനായ നോവലിസ്റ്റ് ഡെയ്സ്റ്റോവ്സ്കി, അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. സത്യത്തിൽ അത് സാർ ഭരണകൂടത്തിൻ്റെ ഒരുതരം തമാശയായിരുന്നു. അത് ചിന്തകരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരെ ഫേക്ക് ട്രയൽ നടത്തി പേടിപ്പിക്കുക എന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചിന്തകന്മാരുടെ ഒരു കൂട്ടത്തിൽ കൂടി രാജാവിനെതിരെ കുപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഒരു ഫേക്ക് ട്രയലൊക്കെ നടത്തി, എന്നിട്ട് അദ്ദേഹത്തെയും ഏതാനും മറ്റ് ചിന്തകരെയും വധശിക്ഷയ്ക്കുള്ള വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വെളുത്ത വസ്ത്രം ധരിപ്പിച്ചു, പ്രതീകാത്മകമായി അവരുടെ വാള് തലയ്ക്ക് മുകളിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതൊക്കെ ഒരു പ്രതീകാത്മകതയാണ്. കുരിശ് രൂപം ഉമ്മോക്കാൻ കൊടുത്തു. അതേപോലെ ഞാൻ അടിമുടി വിറങ്ങലിക്കാൻ തുടങ്ങി. മരണം എന്ന യാഥാർത്ഥ്യം തൊട്ട് മുമ്പ് നിൽക്കുകയാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാതയിലൂടെ സഞ്ചരിക്കുകയാണ്. നൂൽപ്പാലത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നിലത്തോട്ട് വീഴാം, മരിച്ചു പോകാം. ജീവിതത്തൊന്ന് വിലയിരുത്തണമെന്ന് ആഗ്രഹിച്ചു, പറ്റുന്നില്ല. മനസ്സ് അസ്വസ്ഥമാകുന്നു. അചഞ്ചലമായ ഹൃദയമല്ല, ചഞ്ചലമായി ആടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ പതുക്കെ കണ്ണടച്ച് തൊട്ടു മുമ്പ് ചുംബിച്ച കുരിശിനെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അല്പം ബലം കിട്ടിയതെന്ന് അദ്ദേഹം എഴുതുന്നു. അങ്ങനെ കണ്ണടച്ച് മരണം കാത്ത് മരണം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുതിരക്കുളമ്പടി അച്ച രാജാവിൻ്റെ ഭടം വരുന്നു, വിളിച്ചു പറയുന്നു ഇവരുടെ വധശിക്ഷ റദ്ദാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു നാടകരങ്ങേറിയതായിരുന്നു, ആളുകൾ പേടിയുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഭടം വന്ന് പറഞ്ഞു, ഇയാളിനി മരിക്കില്ല, കൊല്ലണ്ട. പക്ഷേ ഡെയ്സ്റ്റോവ്സ്കിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉജ്ജ്വലമായ തുടക്കത്തിൻ്റെ അനുഭവമായിരുന്നു. അദ്ദേഹം ഡയറിയിൽ എഴുതി, കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിരുന്നു എൻ്റെ ജീവിതം. അതൊന്ന് നേരെയാക്കാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ ചരട് കൊണ്ട് കുത്തഴിഞ്ഞ പുസ്തകം നേരെയാക്കാമെന്ന് ഞാൻ പഠിച്ചിരിക്കുകയാണ്. ഞാനിത് നന്നായിട്ട് ജീവിക്കും. 1 മിനിറ്റ് പോലും ഞാൻ പാഴാക്കി കളയില്ല. കാരണം ഓരോ മിനിറ്റും പ്രഷ്യസാണ്. ഞാൻ സ്നേഹിക്കും, ഞാൻ ജീവിക്കും, നൽകിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്നേഹിക്കാനുള്ള മത്സരമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം തൻ്റെ സഹോദരന്, അയാൾ തടവാസത്തിൽ കിടക്കുന്നിടത്തുനിന്ന് എഴുതി, എന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ എത്രമാത്രം മിനിറ്റുകൾ പാഴാക്കി കളഞ്ഞു. പാഴാക്കിയ ഓർത്ത് ഞാനിപ്പോൾ വീണ്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. പാഴാക്കിയേക്ക് പകരമായിട്ട് ഓരോ മിനിറ്റും ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തെയും
ഞാനൊരു സങ്കീർത്തനം പോലെ സുന്ദരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരണത്തിന് മുമ്പ് ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെയും ഞാൻ മനസ്സുകൊണ്ട് മോഹിച്ചിട്ടില്ല. നിന്നെ അല്ലാതെ നിന്നെ വഞ്ചിച്ച് മറ്റൊരാളിലേക്ക് ഞാൻ പോയിട്ടില്ല. പൂർണ്ണ വിശ്വസ്തത ഞാൻ പാലിച്ചുവെന്ന് അവസാന നിമിഷം പറയാൻ എനിക്ക് പറ്റും. എന്നിട്ട് കണ്ണുകളിൽ നോക്കിയിട്ട് പറഞ്ഞു, ഐ ലവ് യു. പിന്നെ ദൈവത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തിനോടും ഐ ലവ് യു എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാഴാക്കി കളയരുത് ജീവിതത്തിൻ്റെ അവസരങ്ങളെ. ടൂ ബിസിയായി ഓടിക്കൊണ്ടിരുന്നാൽ ടൂ ലേറ്റായി പോവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം.